ഹായ്, നമുക്കിന്ന് ഒരു ഉണ്ണിയപ്പം റെസിപ്പി കണ്ടാലോ. ഞാൻ അതിലേക്ക് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. റവയൊക്കെ ഒന്ന് കുതിർന്ന് വരാനായിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. റവ ഒന്ന് കുതിർന്ന് വരട്ടെ. ഒരു 5 മിനിറ്റിന് ശേഷം അതിലേക്ക് ഒരു പാളയന്തോടം പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ശർക്കര ഉരുക്കിയതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ മൈദ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂണോളം കറുത്ത എള്ള് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ണിയപ്പത്തിന്. നല്ലപോലെ ഇളക്കി ആ ചൂടോടുകൂടി തന്നെ മിക്സ് ചെയ്ത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ഈ മാവ് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മുടെ മാവൊക്കെ സെറ്റായി വന്നത് ഓരോ തവിയായിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിരിക്കും വേണം. അതിനുശേഷം ഗ്യാസ് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കുകയും വേണം. എല്ലാം നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വല്ലാതെ പരന്ന് പൊങ്ങി അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം തന്നെയാണ്. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റേ വശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ചട്ടിയിൽ നിന്നൊക്കെ പെട്ടെന്ന് വിട്ട് വരും കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. ഉരുണ്ട നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ്. ഇനി 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ എല്ലാ ഉണ്ണിയപ്പവും മാറ്റി വെച്ചിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഉണ്ണിയപ്പം, ഉരുണ്ട നല്ല ഉണ്ണിയപ്പമാണ്. നല്ല ടേസ്റ്റാണ്. നല്ല നെയ്യിൻ്റെ മണമൊക്കെ ഉണ്ടാവും.